തിരുച്ചെന്തൂർ റെയിൽവേ സ്റ്റേഷനും ക്ഷേത്രവും തമ്മിൽ ഏകദേശം 2 കിലോമീറ്റർ വരെ ദൂരമുണ്ട്. നടന്നു പോകാനുള്ള ദൂരമേ ഉള്ളൂ. അല്ലെങ്കിൽ സ്റ്റേഷനോടടുത്ത് ഓട്ടോറിക്ഷ, ബസ് സർവീസുകൾ ഉപയോഗിച്ചും ക്ഷേത്രത്തിലെത്താം. ഇന്ന് ഞായറാഴ്ച ആയതുകൊണ്ടാവണം തിരുച്ചെന്തൂർ ക്ഷേത്രത്തിൻ്റെ പടിഞ്ഞാറൻ കവാടത്തിൽ ഭക്തരുടെ വലിയ തിരക്ക് ദൃശ്യമാകുന്നുണ്ട്. വിശേഷാൽ പൂജകളോ അവധി ദിനങ്ങളോ ആണെങ്കിൽ ദർശനത്തിനായി മണിക്കൂറുകൾ കാത്തു നിൽക്കേണ്ടി വരാം. ഭക്തരുടെ ബാഹുല്യം നിയന്ത്രിക്കാൻ സുരക്ഷാ ക്രമീകരണങ്ങൾ ഇവിടെ ഏർപ്പെടുത്താറുണ്ട്. തിരുച്ചെന്തൂർ ക്ഷേത്രത്തിൽ ഭക്തർക്കായി വിപുലമായ സൗകര്യങ്ങൾ ഒരുക്കിയിട്ടുണ്ട്. ദർശനത്തിനായി സൗജന്യ നിരക്കുകളും വേഗത്തിലുള്ള ദർശനത്തിന് പെയ്ഡ് ദർശൻ ടിക്കറ്റുകളും ലഭ്യമാണ്. മുതിർന്ന പൗരന്മാർക്കും ഭിന്നശേഷിക്കാർക്കുമായി സൗജന്യ വീൽചെയർ, ബാറ്ററി കാർ സൗകര്യങ്ങളുമുണ്ട്. ശുദ്ധജലം, വിശ്രമമുറികൾ, വസ്ത്രം മാറാനുള്ള മുറികൾ, ചെരുപ്പ് സൂക്ഷിക്കുന്ന കേന്ദ്രങ്ങൾ എന്നിവയും ക്ഷേത്ര സമുച്ചയത്തിൽ ലഭ്യമാണ്. ക്ഷേത്രത്തിനടുത്ത് താമസിക്കാൻ ദേവസ്വം ബോർഡ് നടത്തുന്ന ലോഡ്ജുകളും കോട്ടേജുകളും കുറഞ്ഞ നിരക്കിൽ ഭക്തർക്ക് ഉപയോഗിക്കാം. തിരുച്ചെന്തൂർ ക്ഷേത്രത്തിലെ പടിഞ്ഞാറൻ കവാടത്തിലുള്ള രാജഗോപുരം അതിമനോഹരമാണ്. 9 നിലകളിലായി 157 അടി ഉയരമുള്ള ഈ ഗോപുരത്തിന് മുകളിൽ 9 ചെമ്പ് കലശങ്ങൾ സ്ഥാപിച്ചിട്ടുണ്ട്. കടൽ തീരത്ത് സ്ഥിതി ചെയ്യുന്ന ഈ ഗോപുരം നാവികർക്ക് ഒരു വഴികാട്ടിയായും വർത്തിക്കുന്നു. രാജഗോപുരത്തിന് മുകളിലായി 40 അടി ഉയരമുള്ള കൂറ്റൻ വെയിൽ സ്ഥാപിച്ചിട്ടുണ്ട്. കടൽ തീരത്ത് സ്ഥിതി ചെയ്യുന്ന ഈ ക്ഷേത്രത്തിൻ്റെ 9 നിലകളുള്ള ഗോപുരത്തിന് ഇത് ഒരു പ്രധാന ആകർഷണമാണ്. തിരുച്ചെന്തൂർ ക്ഷേത്രത്തിൽ പ്രധാനമായും 3 മണ്ഡപങ്ങളാണുള്ളത്. ഷൺമുഖവിലാസം പ്രധാന ക്ഷേത്രത്തിൻ്റെ മുൻവശത്തുള്ള മനോഹരമായ ഈ മണ്ഡപം സങ്കീർണമായ കൽത്തൂണുകളാൽ നിർമ്മിതമാണ്. ശിവിലി മണ്ഡപം ക്ഷേത്രത്തിൻ്റെ ആദ്യ പ്രവേശന കവാടത്തിലുള്ള ഈ മണ്ഡപം സമമിതിയും ഗാംഭീര്യവും നൽകുന്നു. വസന്ത മണ്ഡപം 120 തൂണുകളിൽ നിലകൊള്ളുന്ന താരതമ്യേന പുതിയ നിർമ്മിതിയാണിത്. തിരുച്ചെന്തൂർ ക്ഷേത്രത്തിനകത്ത് ക്യാമറയും മൊബൈലും കർശനമായി നിരോധിച്ചിട്ടുണ്ട്. എന്നാൽ വെളിയിലുള്ള ഗോപുരങ്ങളും കടൽ തീരവും പശ്ചാത്തലമാക്കി ചിത്രങ്ങൾ എടുക്കാവുന്നതാണ്. മുരുകൻ്റെ വാഹനമായ മയിലുകൾ ക്ഷേത്ര പരിസരത്ത് ധാരാളമായി സ്വൈരവിഹാരം നടത്തുന്നു. ക്ഷേത്ര മതിൽക്കെട്ടുകൾക്കും ഗോപുരങ്ങൾക്കും മുകളിൽ നൃത്തമാടുന്ന ഇവയെ വെളിയിൽ നിന്നും ക്യാമറയിൽ പകർത്താൻ ഭക്തർക്ക് സാധിക്കും. പരിസരത്ത് വഴിനീളെ വൈവിധ്യമാർന്ന കച്ചവടക്കാരുണ്ട്. മുരുകന് സമർപ്പിക്കാനുള്ള പഞ്ചാമൃതം, പൂക്കൾ, പൂജസാധനങ്ങൾ എന്നിവയ്ക്കൊപ്പം പവിഴം കൊണ്ടുള്ള മാലകളും ശംഖുനിർമ്മിത ശില്പങ്ങളും വിൽക്കുന്ന കടകൾ ഇവിടെ വളരെ സജീവമാണ്. ക്ഷേത്രത്തിനകത്ത് ക്യാമറ നിരോധിച്ചിട്ടുള്ളതിനാൽ പുറത്തുള്ള ഇത്തരം വർണ്ണാഭമായ കടകളുടെയും മയിലുകളുടെയും ദൃശ്യങ്ങൾ നിങ്ങളുടെ ക്യാമറയിൽ പകർത്താവുന്നതാണ്. ക്യൂ പതിയെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നു. ഇതാണ് ക്ഷേത്രത്തിലെ ദൈവാന എന്ന ആന. ഭക്തർക്ക് ഏറെ പ്രിയപ്പെട്ടതാണ്. തിരുച്ചെന്തൂർ ക്ഷേത്രത്തിൽ ദിവസേന ആയിരക്കണക്കിന് ഭക്തർക്ക് സൗജന്യ അന്നദാനം നൽകുന്ന വിപുലമായ അന്നദാന മണ്ഡപമുണ്ട്. സാധാരണയായി ഉച്ചയ്ക്ക് 12 മണി മുതൽ ആരംഭിക്കുന്ന ഈ അന്നദാനം ക്ഷേത്ര സമിതിയുടെ കീഴിലാണ് നടത്തപ്പെടുന്നത്. ഭക്തർക്ക് വിശ്രമിക്കാനും ഭക്ഷണം കഴിക്കാനും സൗകര്യപ്രദമായ രീതിയിലാണ് ഇതിൻ്റെ നിർമ്മാണം. അന്നദാനത്തെക്കുറിച്ച് കൂടുതൽ വിവരങ്ങൾ തിരുച്ചെന്തൂർ മുരുകൻ ക്ഷേത്രം വെബ്സൈറ്റിൽ ലഭ്യമാണ്. തമിഴ്നാട് സർക്കാരിൻ്റെ ഹിന്ദു റിലീജിയസ് ആൻഡ് ചാരിറ്റബിൾ എൻഡോവ്മെൻറ്റ് വകുപ്പിന് കീഴിലുള്ള ഈ സൈറ്റിലൂടെ നിങ്ങൾക്ക് അന്നദാനം, ദർശന സമയം, ഓൺലൈൻ ബുക്കിംഗ് എന്നിവയെക്കുറിച്ചുള്ള കൃത്യമായ വിവരങ്ങൾ ലഭിക്കും. കടലിൻ്റെ മനോഹാരിതയും ആത്മീയതയും ഒത്തുചേരുന്ന ഒരിടമാണ് തിരുച്ചെന്തൂർ മുരുകൻ ക്ഷേത്രം. ദ്രാവിഡ വാസ്തുവിദ്യയിൽ തീർത്ത ഉയരമേറിയ രാജഗോപുരവും ബംഗാൾ ഉൾക്കടലിലെ തിരമാലകളുടെ താളവും ഭക്തർക്ക് ശാന്തവും അതിമനോഹരവുമായ ഒരു അനുഭവം നൽകുന്നു. ഇനി പതുക്കെ കടൽ തീരത്തേക്ക് നീങ്ങാം. തിരുച്ചെന്തൂർ ക്ഷേത്രത്തിൻ്റെ ഏറ്റവും വലിയ ആകർഷണം ബംഗാൾ ഉൾക്കടലിനോട് ചേർന്നു നിൽക്കുന്ന അതിൻ്റെ മനോഹരമായ കടൽ തീരമാണ്. സമുദ്രതീരത്തെ ഈ ക്ഷേത്രത്തിൽ തിരമാലകൾ ഗോപുരത്തിൻ്റെ ചുവട്ടിൽ വന്ന് തലോടുന്നത് ഭക്തർക്ക് ആത്മീയമായ കുളിർമ നൽകുന്നു. ദർശനത്തിന് മുൻപായി കടലിൽ മുങ്ങി നിവർന്ന് നാഴിക്കിണറിൽ സ്നാനം ചെയ്യുന്നത് ഇവിടുത്തെ
പ്രധാന ആചാരമാണ്. പുലർച്ചെയും സന്ധ്യയ്ക്കും കടൽ തീരത്തുള്ള ക്ഷേത്രത്തിൻ്റെ കാഴ്ച അതീവ ഹൃദ്യമാണ്. ക്ഷേത്രത്തിൽ ഭക്തർക്കായി അത്യാധുനിക സൗകര്യങ്ങളൊരുക്കുന്ന 300 കോടി രൂപയുടെ വിപുലമായ നിർമ്മാണ പ്രവർത്തനങ്ങളാണ് നടന്നുവരുന്നത്. സൂര്യപ്രകാശം കടക്കാത്ത അത്യാധുനിക ക്യൂ കോംപ്ലക്സ്, വിശാലമായ അന്നദാന മണ്ഡപം, ശുചിമുറി സമുച്ചയങ്ങൾ എന്നിവ വരാനിരിക്കുന്ന മാറ്റങ്ങളിൽ പ്രധാനമാണ്. ക്ഷേത്ര പരിസരം അന്താരാഷ്ട്ര നിലവാരത്തിലേക്ക് ഉയർത്തുന്നതിനായി തിരുച്ചെന്തൂർ മാസ്റ്റർ പ്ലാൻ വഴി ഭക്തർക്ക് മികച്ച സൗകര്യങ്ങൾ ഉറപ്പാക്കുന്നു. 19-ാം നൂറ്റാണ്ടിൽ മണൽക്കാറ്റിലും ഉപ്പുകാറ്റിലും തകർന്നുകൊണ്ടിരുന്ന ക്ഷേത്രത്തെ കറുത്ത ശിലകൾ ഉപയോഗിച്ച് ഇന്നത്തെ രൂപത്തിൽ പുനർനിർമ്മിച്ച മഹത്തുക്കളാണ് മൗനസ്വാമികൾ, കാശിസ്വാമികൾ, ആറുമുഖ സ്വാമികൾ. കടൽ തീരത്ത് തന്നെയുള്ള ഇവരുടെ സമാധിസ്ഥലം മൂവർ സമാധി എന്ന പേരിൽ പ്രസിദ്ധമാണ്. ഈ സമാധി മന്ദിരം ശാന്തമായ അന്തരീക്ഷം പ്രദാനം ചെയ്യുന്നു. ഭക്തർക്ക് ഇവിടെയിരുന്ന് ധ്യാനിക്കാനും ഈ മഹത്തുക്കളുടെ പാദപൂജ നടത്താനും സൗകര്യമുണ്ട്. ഈ ആത്മീയമായ വൃക്ഷച്ചൂട്ടിൽ ഞാനും അല്പം ധ്യാനത്തിലിരുന്നു. കടലലകൾ ഓങ്കാരനാദം പാടും കതിർവേലേന്തിയ ഷൺമുഖനെ, സൂര്യസംഹാരം ചെയ്തൊരു വീരനെ, ചെന്തൂർ പുരികിലെ പുണ്യപ്രകാശമേ, വെട്രിമയിലേറും മുരുകനുക്ക് ഹരോഹര.